സ്നേഹത്താൽ നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ടി വി പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ടി വി പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം ഒരു വ്യക്തിയുടെ ലൈഫിനെ മാറ്റിയെന്നല്ല, ഒരു വീടിനെ തന്നെ മാറ്റിയെന്ന് നമുക്ക് പറയാം. അഞ്ചലിൽ നിന്നും തോമസ് എന്ന പേരുള്ള ഒരു ബ്രദറാണ് ഇന്ന് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. തോമാച്ചൻ പറയുന്നത് 47 വർഷത്തോളം താൻ കുടിക്കുവാനിടയിൽ മദ്യപാനത്തിന് അടിമയായിരുന്നു. അതേ തുടർന്ന് താൻ പറയുന്നത് തൻ്റെ വീട്ടിൽ സമാധാനമില്ല, തനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ താൻ കുടിക്കുമായിരുന്നു. താൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ അധ്യാപകന് പോലും താൻ മദ്യം കൊടുക്കുമായിരുന്നു. ആ സ്ഥിതിയിലേക്ക് അത്രയും അഡിക്റ്റഡായ ഒരു ലൈഫായിരുന്നു. വീട്ടിൽ സമാധാനമില്ലാത്ത കാരണം ഭാര്യ മരിക്കണമെന്ന് ചിന്തിച്ചിരുന്നു. ഭാര്യ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യ ഒരിക്കൽ ഒരു വീട്ടിൽ മീറ്റിങ്ങിന് പങ്കെടുക്കുവാനിടയായി. അതേ തുടർന്ന് കർത്താവിൻ്റെ ഒരു വലിയ സ്പർശനം ആ വീട്ടിലുണ്ടായി. അന്ന് മുതൽ തൻ്റെ ലൈഫ് മാറുവാനിടയായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. അവർ നമ്മളോട് പങ്കുവെക്കുന്നത് ശ്രദ്ധയോടെ കേട്ടാട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്ന, അല്ല ഒരിക്കലും ജീവിതം തിരിച്ചു കിട്ടത്തില്ല, ഒരു നല്ലൊരു ലൈഫിലാകാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു ജീവിതത്തെ കർത്താവ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. 13 വയസ്സ് മുതൽ മദ്യപിക്കാൻ തുടങ്ങി. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ വാദ്യം ഇറക്കും, ഞാൻ ആ കുപ്പിയും വരുന്നു. കുടിച്ചിട്ട് ഓടയിലോ റോഡിലോ കിടക്കും. നാട്ടുകാരെ വിളിക്കുന്നത് ഓടയിൽ തോമ. ഇവക്കുള്ള ശരീരത്തിൽ ഇടികൊള്ളാൻ ഇനി സ്ഥലമില്ല. പോലീസുകാർ വന്ന് പിടിക്കാൻ തുടങ്ങി അവരുടെ ജന്മത്ത് നടക്കുകയാണ്. ഞാൻ ഓടും. 5 ചർച്ചയിൽ പോയിട്ട് രക്ഷയില്ല എന്ന് കണ്ടാൽ വീട്ടിൽ വരിക, തൂങ്ങുക.
യൂണിവേഴ്സൽ ചർച്ചിലുള്ള തോമസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമുണ്ട്. തോമസ് അച്ചായനും കൗസല്യ സിസ്റ്ററും ഇതൊരു വലിയ സാക്ഷ്യമാകട്ടോ. തോമസ് അച്ചായന് 72 വയസ്സുണ്ട്. പക്ഷേ താൻ 13ാമത്തെ വയസ്സിൽ മദ്യപിച്ച് തുടങ്ങിയ ആളാണ്. 60 വയസ്സ് വരെ മദ്യപിച്ചു. എത്ര വയസ്സ് വരെയാ? 72 വയസ്സുണ്ട്. തനിക്ക് 60 വയസ്സ് വരെ താൻ മദ്യപിക്കുമായിരുന്നു. നീണ്ട 47 വർഷത്തെ എന്റെ വയസ്സിന്റെ അത്രയും മദ്യപാനത്തിൽ നിന്ന് യേശു രക്ഷിച്ച ഒരു വലിയ അനുഗ്രഹമാണ് തോമാച്ചായന് പറയാനുള്ളത്. സൗരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്ന ആളുകളെ അറിയുന്നുവെങ്കിൽ ആ അറിയുന്ന കുടുംബത്തെ ഉടനെ ഒന്ന് ഫോൺ ചെയ്തേ, എന്നിട്ട് പറഞ്ഞേ ഈ സാക്ഷി നിങ്ങൾ കേൾക്കാൻ പറഞ്ഞേ, രക്ഷിക്കാൻ എന്റെ യേശുവിന് കഴിയുമെന്നൊന്ന് പറഞ്ഞു. ഒന്ന് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന് പറയോ തോമച്ചേനെ വിളിച്ചിട്ട് ഞാൻ പേരെന്താന്ന് ചോദിച്ചാൽ ആകെ വിഷമായി പോകും. എത്രാമത്തെ വയസ്സ് തോമച്ചേ മദ്യപിക്കാൻ തുടങ്ങി? 13ാമത്തെ വയസ്സ് മുതൽ മദ്യപിക്കാൻ തുടങ്ങി. 13ാമത്തെ വയസ്സ്. സ്കൂളിൽ പോകുന്ന കാലം മുതൽ ഞാൻ മദ്യപിക്കാൻ. സ്കൂളിൽ പോകുന്ന കാലം മുതൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ വാദ്യാർക്കും ഞാൻ അരക്കുപ്പിയും വരുന്നു. അത് വല്ലാത്ത മനസ്സിലായി പോയല്ലോ. സ്കൂളിൽ പോകുന്ന അച്ചായൻ ഒരു അരക്കുപ്പിയും കൊണ്ടു പോകുന്നേ, വാദ്യർക്കും കൊടുക്കും. ഞാൻ മദ്യപിച്ചിട്ട് അരക്കുപ്പി മരുന്നിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയി എന്റെ ടീച്ചർക്കും ലൂക്ക് സാറിന് കൊടുക്കും. ലൂക്ക് എന്നാ പേര്. ലൂക്ക് സാറിന്. എന്റെ ദൈവമേ, അത് ആദ്യം അതൊരു ഭയങ്കര, ഞാൻ ഇത്ര നാളത് കേട്ടിട്ടില്ലല്ലോ തോമച്ചേ. 13ാമത്തെ വയസ്സിൽ കള്ളു കുടിക്കാൻ തുടങ്ങി. എന്റെ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ കുപ്പി കൈ വെച്ചേക്കും. അത് പഠിപ്പിക്കുന്ന ടീച്ചറിന് സമ്മാനമായിട്ട് കൊടുക്കും. അതെന്തായാലും കൊള്ളാം കേട്ടോ. ഞാൻ ഇത്രയും നാൾ ഇങ്ങനൊരു സാക്ഷി കേട്ടിട്ടില്ല. ഓക്കെ, എന്നിട്ട് പറഞ്ഞേട്ടെ തോമച്ച. എനിക്ക് തടിവെട്ടാണ് ജോലി. എന്നെ ഇതിന് എഴുതിയിരിക്കുക, താൻ തടിവെട്ടുകാരനാണ്. 650 രൂപയാണ് അന്ന് ശമ്പളം. 650 രൂപയാണ് അന്ന് ശമ്പളം. ഓക്കെ. അത് 100 രൂപ എന്റെ കൈമ്പടക്കെ വെച്ചേക്കും. ഓക്കെ. എന്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും എന്റെ ഭാര്യയ്ക്കും അരി വാങ്ങിക്കാം. ബാക്കി 550 നമ്മുടെ സ്വന്തം ആന്റിയാ. 550 രൂപയ്ക്ക് മദ്യപിക്കും. 550 രൂപയ്ക്ക് കറക്റ്റ് ആയിട്ട് കുടിച്ചിരിക്കും. അന്ന് പറഞ്ഞ എത്ര കൊല്ലം മുമ്പുള്ള കാര്യം ഈ പറയുന്നേ? ഈ 10, 15, 10, 20 കൊല്ലം മുമ്പുള്ള കാര്യം ഈ പറയുന്നത്. 10, 20 13 വയസ്സ് ഇപ്പൊ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ 550 രൂപയ്ക്കും കുടിക്കും. 550 രൂപ കുടിക്കും. കുടിച്ചിട്ട് ഓടയിൽ കിടക്കും. ഓടയിൽ കിടക്കും. കുടിച്ചിട്ട് ഓടയിലോ റോഡിലോ കിടക്കും. വീട്ടിൽ പോകത്തില്ല. അങ്ങനെ എന്നെ നാട്ടുകാരെ വിളിക്കുന്നത് ഓടയിൽ തോമ. ഓടയിൽ തോമ. പിന്നെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓടയിൽ തോമ എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ പല പേരിലും തന്നെ അറിയപ്പെടും. ഓക്കെ. നമ്മള് 13ാമത്തെ വയസ്സ് എന്തായാലും ഈ ഓടയിൽ തോമ എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. സാക്ഷ്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാൻ നാട്ടിലും പ്രശ്നം വീട്ടിലും വഴക്കുണ്ടായിരുന്നു. അപ്പൊ വായിച്ചോട്ടെ വെച്ചാ ഒന്ന് പറഞ്ഞേട്ടെ. കണ്ടോ, ഓടയിൽ തോമാച്ചൻ. എന്താ? യോശിയാട് തോമാ. ഏഷ്യാട് തോമാച്ചൻ എന്ന് പറഞ്ഞാൽ എന്തോ? പോലീസുകാർ വന്ന് പിടിക്കാൻ തുടങ്ങി അവരുടെ ജന്മത്തിൽ നടക്കിയാൽ ഓടൂ. ഞാൻ ഓടും. അങ്ങനെ ഏഷ്യാട് തോമാച്ചൻ. ഇപ്പോഴെനിക്ക് മനസ്സിലായോ എന്തോ ഏഷ്യാട് തോമാച്ചൻ എന്ന പേരിട്ടിരുന്നു. ഒന്ന് ഒടിയൻ തോമാച്ചൻ, ഓടയിൽ തോമാച്ചൻ, ഏഷ്യാട് തോമ എന്ന് പറഞ്ഞ പോലീസുകാർക്ക് പിടി കിട്ടാത്തതുകൊണ്ട് ഏഷ്യാട് തോമാച്ചൻ എന്ന് പേര് വീണു. ആ പോലീസുകാരിട്ട പേരാ. അടിപൊളി. തോമാച്ചൻ 13ാമത്തെ വയസ്സിൽ കള്ളി കൂടി തുടങ്ങി. ടീച്ചറിന് കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം. മദ്യപിക്കുക മാത്രമല്ല, ഓടയിൽ കിടക്കുന്നയാളായിരുന്നു. ഓക്കെ. വീടില്ലായിരുന്നു. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, അതിനോട് കൂടെ എഴുതിയിരിക്കുന്ന നാട്ടിലും വീടിലും വളരെ പ്രശ്നക്കാരനായിരുന്നു. അതുകൂടാതെ സ്വന്തമായി മാറ്റിയടിക്കും. സ്ഥിരമായിട്ട് മാറ്റും. ഞാൻ എന്റെ പെണ്ണുമ്പിള്ള കൂടെ പോകുന്ന മാറ്റാൻ. എന്റെ പെണ്ണുമ്പിള്ള ഇരുന്ന് മരുന്നെടുക്കും. ഞാൻ പോലീസ് വരുന്ന നോക്കും. രണ്ടുപേരും കൂടി മാറ്റും. അമ്മ അടിക്കുമായിരുന്നു? അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ മാറ്റുമായിരുന്നു. അച്ഛൻ കുടിക്കുമായിരുന്നു. മാറ്റി കൊടുക്കുമായിരുന്നു? കൊടുക്കത്തില്ല. നമ്മൾ നിങ്ങൾ രണ്ടുപേരും കൂടെ മാറ്റുന്ന സ്വന്തമായിട്ട് കുടിക്കാനാ? അയ്യോ, അത് ഭയങ്കരമായി പോയല്ലോ. ഞാൻ കുടിക്കത്തേ ഉള്ളൂ. നല്ല ഞാരേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ എന്റെ ശല്യം വീട്ടിലും നാട്ടിലും ഉപദ്രവവും. ഈ ചാരയം കൂടെ കൂടുന്ന ആളെ ഇടിക്കും കൂടെ ചെയ്യും എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇടിയാ. അങ്ങനെ യാതൊരു നിവർത്തിയില്ലാതെ വന്ന് എന്നാൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്. ഇതൊരു വലിയ കാര്യമാ.
ഓടയിൽ തോമസ് എന്നും ഏഷ്യാഡ് തോമാച്ചൻ എന്നൊക്കെ ആയിരുന്നു പേര്. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ആ കുടുംബത്തെ തൊട്ടു. അതിലെ വലിയ കാര്യം എഴുതിയിരിക്കുന്നു, ഒരു മരണ വീട്ടിൽ ജീസസ് വേൾഡിലെ ശുശ്രൂഷകർ വന്ന സമയത്താണ് ഭാര്യ കൗസല്യ സിസ്റ്റർ കർത്താവ് ചർച്ചിനെ കുറിച്ച് അറിയുന്നത്. ആത്മഹത്യ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാണ് സാരി വീട്ടിൽ എടുത്തു വെച്ചിട്ടാണ് ചർച്ചിലേക്ക് വന്നത്. കൗസല്യമ്മ പറഞ്ഞേ, എങ്ങനെയാണ് ചർച്ചിൽ വന്നത്? കരയല്ലേ, എന്റെ പൊന്നല്ലേ, കരയല്ലേ? പറ, ഒന്ന് പറ കൗസല്യമ്മ, പറ. ഞാൻ പിന്നെ ബ്രദറിൻ്റെ ജീസസ് അന്ന് അഞ്ച ചർച്ചിൽ നിന്ന് ഒരു മരണ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ മോൻ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് 12 ദിവസമായിരുന്നു. അപ്പം വിളിച്ചപ്പം പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ ഒരു കൊച്ചു പലക അടിച്ച ഒരു വീടാണ്. അവിടെ ഈ 5 ചർച്ചിൻ്റെ എല്ലാവരും ഇരുന്ന് പാട്ടുപാടിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. ബ്രദർ വന്നോന്ന് എനിക്കറിയത്തില്ല, പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ഇരുന്ന് എന്തൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൈ പൊക്കാനൊക്കെ പറഞ്ഞു. ഞാൻ കൈയൊക്കെ പൊക്കി. ഇതൊരു വലിയ കാര്യമാട്ടോ. ഞാൻ നമ്മുടെ ചർച്ചില് എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളിലൊന്ന്, മരണ വീട്ടിൽ സുവിശേഷം പറയണം, രക്ഷിക്കുന്ന യേശുവിനെ പറയണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിലെ എല്ലാ ആളുകളും മരണ വീടുകളിൽ ചെന്നാൽ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചോ മാറി, അല്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന സ്ഥലമല്ല ഞങ്ങൾക്ക് മരണ വീട്. രക്ഷിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന വീടായിരുന്നു. ആ രക്ഷയുടെ സന്ദേശം മരണ വീട്ടിൽ വെച്ച് കർത്താവ് കേൾപ്പിക്കാനിടയായി. ഒരു കയ്യടി കൊടുത്തേ കർത്താവിനെ. ഒരു വലിയ കാര്യമാണ് സോളി. അപ്പൊ നമ്മൾ മരണ വീട്ടിൽ പറയുന്ന ഓരോ മെസ്സേജും അത് കേൾക്കുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോ എന്നെ സന്തോഷമല്ലേ സോളി? ഒരു വലിയ കാര്യമാണ്. എന്നോടൊരു വ്യക്തി ഒരിക്കൽ ചോദിച്ചു, മരണ വീട്ടിൽ നമ്മൾ ഇനിയെങ്കിലും നന്നാകണമെന്ന് പറയല്ലേ വേണ്ടേ? ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇവിടെയും രക്ഷിക്കുന്ന കർത്താവിന്റെ കരുതലുണ്ട്, ഇവിടെയും വിടുവിക്കുന്ന ഒരു കർത്താവിന്റെ കരുതലുണ്ട്, സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ കരുതലുണ്ട്. അങ്ങനെ തോമാച്ചന്റെ വൈഫ് മരണ വീട്ടിൽ വെച്ച് യേശുവിനെ അറിഞ്ഞു. മരിക്കാൻ തീരുമാനിച്ചിരുന്നയാള് സാരി എടുത്തു വെച്ചിട്ടാണ് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നത്. ഏറ്റവും പുറകിലാണ് ഇരുന്നത്. പറഞ്ഞിട്ട് ബ്രദറെ തോമച്ചേ. ഞാൻ ഭാര്യ പള്ളി 5 പള്ളി വരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോഴും എൻ്റെ വീടിൻ്റെ മേശപ്പുറത്തൊരു പുതിയ സാരി മടക്കി വേറൊരു തോർത്തെടുത്തിട്ട് അടച്ചു വെച്ചേക്കുന്നു. ഓക്കെ. 5 ചർച്ചിൽ പോയിട്ട് രക്ഷയില്ല എന്ന് കണ്ടാൽ വീട്ടിൽ വരിക, തൂങ്ങുക, അതാണ് തീരുമാനം. തൂങ്ങി മരിക്കുക, ആത്മഹത്യ ചെയ്യുക, അങ്ങനെയായിരുന്നു കണ്ടീഷനാണ്. തോമാച്ചൻ എന്ന് പറയുന്ന ആൾ ക്രിസ്തീയ വിശ്വാസിയല്ലേ, പക്ഷേ യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മദ്യത്തിന് അടിമയായി പോയതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ചിന്തയില്ല. ഈ 72ാമത്തെ വയസ്സിൽ കർത്താവിന് ഇത്രത്തോളം പറയുന്നൊരു നല്ല കയ്യടി കൊടുത്ത് ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. യേശുനാഥ നീ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഓ യേശുനാഥ നീ എൻ ദൈവം. രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഓ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. ഓ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും
ആ കൈകളൊന്ന് അടിച്ചിട്ട് പറഞ്ഞേ, ഇത്ര നല്ലൊരു സ്നേഹിതനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്ര നല്ലൊരു കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇതുപോലെ രക്ഷകനെ അറിയാവോ? യേശുവേ, യേശുവേ, ആ അഭിഷേകം വ്യാപരിക്കട്ടെ, ആ അഭിഷേകം വ്യാപരിക്കട്ടെ. ഞങ്ങളെ കാണുന്ന മദ്യപിക്കുന്ന കുടുംബങ്ങൾ യേശുവിനാൽ തൊടപ്പെടട്ടെ. ദുശ്ശീലങ്ങൾ കിടക്കുന്നവർ തൊടപ്പെടട്ടെ. രക്ഷയുടെ ശക്തി, രക്ഷയുടെ സൗഖ്യം. ഇത് രക്ഷയുടെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് തോമാശ. 72 വയസ്സിലും ചെറുപ്പക്കാരെയൊക്കെ നന്നായി കർത്താവിന്റെ വേല ചെയ്യും. ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവ് കൊണ്ടട്ടെ. വാറ്റിയും തിന്മയിൽ ജീവിച്ചും കഴിഞ്ഞ സകല കുടുംബങ്ങളും ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. യേശുവിന് ഏത് സാഹചര്യത്തിലും ഒരാളോട് ഇടപെടാം. മരണ വീട്ടിൽ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോ യേശു ഒരാളെ വിടുവിച്ചു. അതിലൂടെ കർത്താവിനെ അറിയാനിടയായി. മരിക്കണമെന്ന് ചിന്തിച്ച് സാരിയും ഒരു പുതിയ സാരിയും തോർത്തും എടുത്തു വെച്ചിരുന്ന കൗസല്യാമ്മയാ നിൽക്കുന്നേ. പറഞ്ഞേട്ടെ തോമച്ചേ, എന്നിട്ട് പറഞ്ഞേ. അച്ചായൻ വീട്ടിൽ വന്ന് നോക്കുമ്പോ പുതിയൊരു സാരിയും തോർത്തും വീട്ടിൽ കാണാം. പുതിയൊരു സാരിയും തോർത്തും സാരി മടക്കി വെച്ചിട്ടാണ് മൂടി വെച്ചൊക്കെ തോർത്തിട്ട്. ഓക്കെ, ആരും കാണാതിരിക്കാൻ. അത്ര അസമാധാനത്തിലാ വീട് ജീവിച്ചത്. ഇവക്കുള്ള ശരീരത്തിൽ ഇടികൊള്ളാൻ ഇനി സ്ഥലമില്ല. അതുകൊണ്ടായിരിക്കും കൗസല്യാമ്മ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. പറഞ്ഞേട്ടെ കൗസല്യാമ്മ. എന്നും ഉപദ്രവം, എന്ന് ഉപദ്രവിക്കും. ചാപ്പാട് വെച്ചാൽ കഴിക്കാൻ സമ്മതിക്കില്ല, ആഹാരം വെച്ചാ സമ്മതിക്കില്ല കഴിക്കാൻ. കഴിക്കാൻ എന്നുവെച്ചാൽ എനിക്ക് യാതൊരു ലക്കവുമില്ല, ഒരു ബോധവുമില്ല, ഒരു ബോധവുമില്ല. എന്നാൽ അവിടെ നിന്നാണ് സർവശക്തനായ എന്റെ അവിടെ നിന്ന് തമാശ പറയുന്ന വാചകം ശ്രദ്ധിച്ച, അവിടെ നിന്ന് യേശു എന്നെ രക്ഷിച്ചു. രക്ഷകനാണ് എന്റെ യേശു, രക്ഷകനാണ്. വളരെ വലിയ സന്തോഷത്തോടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ. പറയാം. ഇനി അടുത്തത് എഴുതിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ വീട്ടിലെത്തണം. എന്നാൽ ജോൺ ബ്രദർ ദൂത് പറഞ്ഞു, മരിക്കാനുള്ളതല്ല നീ എന്ന്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. അന്ന് അമ്മയോട് നമ്മളൊരു കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, മരിക്കാനുള്ളതല്ല. ഓ, എന്നെ സന്തോഷമോ, അങ്ങനെ മരിക്കാനുള്ളതല്ല എന്ന ദൂത് കേട്ട് നിൽക്കുന്നയാളായിരുന്നു. ഇന്ന് എന്നെ കാണുന്ന ചില കുടുംബങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്റെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ ചെവിക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അവന്റെ പേര് രക്ഷകൻ എന്നാണ്. അവന്റെ പേര് രക്ഷകൻ എന്നാണ്. നമ്മള് അടുത്തൊരു വാചകം ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്നെ 2 വാചകങ്ങൾ എന്നെ ശ്രദ്ധിപ്പിച്ച. കർത്താവിന് വേണം, ഒന്ന് മരിക്കേണ്ടതല്ല എന്ന് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് ഇടപെട്ടത് വിശ്വസിച്ചു. തുടർന്ന് 2 പ്രാവശ്യം വീട്ടിൽ പ്രാർത്ഥന നടന്നു. 2ാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മദ്യപിച്ചിട്ടില്ല. അടുത്ത ആഴ്ച മുതൽ ചർച്ച വന്നു തുടങ്ങി. ഒരു പുതിയ മനുഷ്യനായി. അപ്പുറത്ത് നിൽക്കുന്ന കൗസല്യാമ്മ പ്രാർത്ഥനയ്ക്ക് വന്നു, യേശുവിനെ അറിഞ്ഞു. 2 ആഴ്ച വീട്ടിൽ പ്രാർത്ഥന നടത്തി. വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ അച്ഛന് സമ്മതമായിരുന്നു. കള്ളു കുടിക്കുമായിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കൊക്കെ സമ്മതമായിരുന്നു. കള്ളു കുടിക്കാനും പ്രാർത്ഥനയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓക്കെ, ആ 2ാമത്തെ ആഴ്ച മുതൽ ഒരു പുതിയ മനുഷ്യനായി. എനിക്ക് അന്ന് സ്ഥലമില്ലായിരുന്നു. ഓക്കെ, 4 പേർക്ക് ഇരിക്കത്തക്ക ഒരു സിറ്റ് ഔട്ടാ. ഓക്കെ, 4 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വലിയ നെടുനിർത്തിയ ഒരു വാരാന്ത, അത് ഒരു മുറി കെട്ടി അടച്ചു വെക്കും. ഓക്കെ, അതുകൊണ്ട് 4 പേർക്ക് ഇരിക്കത്തക്ക ഉള്ളായിരുന്നു. ഇന്ന് ഒരിക്കൽ യേശു കർത്താവ് അല്ലെങ്കിൽ ലോകക്കാര് ഓടയിൽ തോമാച്ചനെന്നും ഏഷ്യാനെറ്റ് തോമാച്ചൻ എന്നൊക്കെ വിളിച്ചിരുന്ന, ഏഷ്യാഡ് തോമാച്ചൻ എന്നൊക്കെ വിളിച്ചിരുന്നത് ഇന്ന് ഉപദേശി തോമാച്ചൻ എന്ന പേരിലേക്ക് ഇന്ന് തോമാച്ചനെ നിങ്ങൾ ഓടയിലെ തോമാച്ചൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരും അറിയത്തില്ല. ഏഷ്യാഡിലെ തോമാച്ചൻ എന്ന് പറഞ്ഞാൽ ആരും അറിയത്തില്ല. ഉപദേശി തോമാച്ചൻ എന്ന് പറഞ്ഞാൽ അറിയാം. യേശു തൊട്ടാൽ സകലരും മാറിപ്പോകും. ദേശത്ത് മാനിച്ചും മുകളിലും സൈഡിലും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചാണ് ഒരിക്കൽ താമസിച്ചിരുന്നത്.
എന്നാൽ അതിമനോഹരമായ ഒരു വീട് നൽകി. ജീവിതത്തിൽ സന്തോഷമുണ്ട്, നന്മകളുണ്ട്. ഒന്ന് കൈകളിടിച്ചൊരു ആമേൻ പറഞ്ഞേ. തോമച്ച എന്ന് പറയാവോ? ഒരിക്കൽ വീട് പ്ലാസ്റ്റിക് മറച്ചതായിരുന്നു. ഇപ്പോ മുകളിലും സൈഡിലും എല്ലാം പ്ലാസ്റ്റിക് മറിച്ച ഒരു വീടായിരുന്നു എനിക്ക്. ഓക്കെ. തണുപ്പ് കാരണം കിടന്ന് ഉറങ്ങാൻ വയ്യാത്ത കണ്ടിരുന്നായിരുന്നു. ഓക്കെ. എന്റെ ദൈവം, ഞാൻ ദൈവത്തെ അറിഞ്ഞതിൽ പിന്നെ ഓക്കെ എനിക്ക് അതിമനോഹരമായ ഒരു ഭവനം സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. തുല്യമായി ഒന്നുമില്ല യേശുവേ, അങ്ങേക്ക് തുല്യമായി ഒന്നുമില്ല യേശുവേ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സോളി മദ്യപിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. ആത്മഹത്യയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കൗശല്യമായി വന്നേ, എന്റെ സ്വന്തം അമ്മച്ചി കേട്ടോ, കൗശല്യമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരാശപ്പെട്ട് കഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ ആത്മഹത്യയുടെ പിടിയെന്ന് പറഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളെ കാണുന്ന ഇതേപോലെ പ്രയാസത്തിലായിരിക്കുന്ന, മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നവർക്കായി അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ സാഹചര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും കർത്താവേ, അവിടുത്തെ കരം അവർക്ക് വേണ്ടി ചലിക്കണം. അപ്പാ, ജീവിക്കുന്ന ഒരു ദൈവത്തെ അവർ കാണട്ടെ. അവരുടെ ജീവിതത്തിലെ നിരാശകൾ മാറട്ടെ. അപ്പാ, യേശുവിന്റെ ശക്തി അവർ മേൽ ചലിക്കട്ടെ. അവർക്ക് രക്ഷ അവർ അനുഭവിക്കട്ടെ. കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി ചലിക്കട്ടെ. കർത്താവെ, അവരത് തിരിച്ചറിയട്ടെ. അവർക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കണമേ. ആ സുവിശേഷത്തെ അവർ കേൾക്കുവാനിടയാകട്ടെ. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വരട്ടെ. കർത്താവെ, അമ്മയെ രക്ഷിച്ചതുപോലെ, കർത്താവെ, അമ്മയുടെ ജീവിതത്തിൽ സമാധാനം കൊടുത്തതുപോലെ ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അതുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. വരുന്നല്ലോ യേശു ഈ ഭൂമിയിൽ എന്നെ ചെക്കുവാനായി. വരുന്നല്ലോ യേശു എന്നെ ചെക്കുവാനായി. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് മെയ് 19 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. ഈ രണ്ട് വ്യക്തികളും തോമാച്ചായനും വൈഫും അതോടൊപ്പം തന്നെ മക്കളും എല്ലാം ഇന്ന് നമ്മുടെ ചർച്ചിൽ ഉണ്ട്. ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണെന്ന് അവരെ നോക്കി നമുക്ക് പറയാം. ദൈവം അവരുടെ ലൈഫിൽ കൊടുത്ത മാറ്റം എത്ര വലുതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം പിന്നീട് പഴയതുപോലെ ആകത്തില്ല. അതെത്ര നാശത്തിലായിരുന്നാലും എത്ര വേദനയിലായിരുന്നാലും പിന്നീട് ആ പഴയ ജീവിതത്തിൽ തുടരാൻ അവർക്ക് കഴിയത്തില്ല. കർത്താവ് അവരെ മാറ്റുവാൻ തുടങ്ങും. അവരുടെ ജീവിതം ഉടനീളം മാറും. സമാധാനവും സന്തോഷവും കർത്താവിൻ്റെ സ്വഭാവം. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടാകുന്നു. കർത്താവ് എവിടെ വസിക്കുന്നോ അവിടെ ദൈവത്തിൻ്റെതായ സ്വഭാവങ്ങളും നന്മകളും ആ വീട്ടിൽ നിറയുവാനിടയാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആരോഗ്യവും ആയുസ്സും കൊടുത്ത, സന്തോഷം കൊടുത്ത ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഇനിയൊരു സ്വസ്ഥത ഉണ്ടാകുമോ, ഒരു സമാധാനം ഉണ്ടാകുമോ, ഇനി എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനെ മാറ്റിയത് നമ്മൾ കേട്ടതുപോലെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതം പോലെ നിങ്ങളുടെ ലൈഫിലും ആ ദൈവത്തിന് അത്ഭുതം ചെയ്യാനായി കഴിയും. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏത് മേഖലയിലാണ് നിങ്ങൾക്കൊരു വിടുതൽ വേണ്ടത്? ഏത് മേഖലയിലാണ് കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കേണ്ടത്? ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ ആ ജോലി മേഖലയിൽ തനിക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഒരു പ്രൊമോഷൻ ലഭിക്കത്തില്ല, നല്ലൊരു ജോലി കിട്ടത്തില്ല, തൻ്റെ പ്രായം കഴിഞ്ഞു പോയി, ജോലിയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിലും പ്രയാസത്തോടായിരിക്കുന്ന വ്യക്തികളെ എനിക്ക് കാണാം. കർത്താവെ, അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ വഴി തുറക്കണം. അത് എൻ്റെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിന്നും കർത്താവ് ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ അപ്പ, ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ, ഒരു പുതിയ ദിശയിലേക്ക് അത് തിരിയട്ടെ അപ്പ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടായിരിക്കുന്ന തൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോൾ
യേശു ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇവരെല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പ, വലിയ സ്പർശനമുണ്ടാകണം അപ്പ, അവരുടെ ലൈഫ് തലതിരിഞ്ഞതുപോലെ ആകട്ടെ അപ്പ. താങ്ക് യു ജീസസ്. ആമീൻ. ദൈവവചനത്തിലൊരു കാര്യം പറയുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച്. ശിഷ്യന്മാർ പഠിപ്പില്ലാത്തവരായിരുന്നു, സാമാന്യരായിരുന്നു. പക്ഷേ അവരുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം വന്നപ്പോൾ അവർ സാമാന്യരായിരുന്നില്ല, പഠിപ്പില്ലാത്തവരെ പോലെ ആയിരുന്നില്ല. മറ്റുള്ളവർ കണ്ട് അതിശയിക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതം മാറി. അതേപോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവരുടെ ലൈഫിൽ വരുമ്പോൾ സാധാരണമെന്ന വിധത്തിൽ ആയിരുന്നവരെല്ലാം അസാധാരണമായ വിധത്തിലേക്കാകട്ടെ അപ്പ. ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് തൊഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ അവൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ ഓരോരുത്തരെയും അവൻ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.